ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അതെ, പ്രകൃതി അമ്മയാണ്. ആ അമ്മയെ നമ്മൾ വേദനിപ്പിക്കാൻ പാടുണ്ടോ? പ്രകൃതിയെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ലോകനാശത്തിന് തന്നെ കാരണമാകും. ഈ ലോകത്ത് നാം വായിച്ചിരിക്കേണ്ട 2 പുസ്തകങ്ങളുണ്ട്. അവനവനൊന്ന്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഒന്ന് എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പ്രകൃതിയെ ഹനിക്കാത്ത രീതിയിലായിരിക്കണം. അതിനുവേണ്ടിയാണ് നാം പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നത്. ആസന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ദിനം ആചരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ദോഷഫലങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാം. അതുപോലെ പുഴകൾ നശിപ്പിക്കുന്നത്, കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കുന്നത്, വനം നശിപ്പിക്കുന്നത് എന്നിവയോടെല്ലാം നമുക്ക് അരുതേ എന്ന് പറയാം. ഇതിനുവേണ്ടി ശബ്ദമുയർത്താം. നമുക്ക് വേണം ശുദ്ധജലവും ശുദ്ധവായുവും കിളികളും പൂമ്പാറ്റകളും പച്ചപ്പുകളും ഇതുപോലെ. അതുകൊണ്ട് നമുക്ക് ഉണർന്നു പ്രവർത്തിക്കാം ഒരു നല്ല പരിസ്ഥിതിക്ക് വേണ്ടി. നന്ദി.